സുഹൃത്തുക്കളെ, ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെക്കുറിച്ച്, പ്രത്യേകിച്ചും രാജ്യസഭയിലേക്ക് മുസ്ലിങ്ങളെ കൂടുതൽ പറഞ്ഞയച്ചു, ക്രിസ്ത്യാനികൾക്ക് പ്രാതിനിധ്യം കൂടുതൽ കൊടുക്കുന്നൊക്കെയുള്ള പ്രസ്താവനയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ അപ്പം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അതിലൊന്നുകൂടി വസ്തുനിഷ്ഠമായിട്ട് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ചും ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ BDJS എന്ന് പറയുന്ന സാധനത്തിനെ കൊണ്ട് എന്ത് ഗുണമാണല്ലേ? ഇവിടുത്തെ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ BJPക്ക് ഇപ്പോൾ ഇത്തവണ വോട്ട് ചെയ്തത് BDJS ഉണ്ടായിട്ടൊന്നല്ല, BDJSനെ കണ്ടിട്ടുമല്ല, ഈ നടേശനെ കണ്ടിട്ടുമല്ല. നടേശന്റെ ഭംഗി കണ്ട്, അദ്ദേഹത്തിന്റെ ഗ്ലാമർ കണ്ട് ആകെ രോമാഞ്ച കുഞ്ചികരായിട്ട് പോയിട്ട് വോട്ട് ചെയ്തൊന്നുമല്ല. അത് BJPയോടുള്ള താല്പര്യമാണ്, നരേന്ദ്രമോദിയോടുള്ള താല്പര്യമാണ്. ആ പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന രീതിയോടുള്ള യോജിപ്പ് കൊണ്ടാണ്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശനെ കണ്ടിട്ടല്ല വോട്ട് ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്ന, വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പണിയെടുക്കുന്ന ഏതെങ്കിലും ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവർ പോലും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വോട്ട് ചെയ്യില്ല. അപ്പൊ ഈഴവ വിഭാഗത്തിലെ വോട്ട് BJPക്ക് കിട്ടിയത് നരേന്ദ്രമോദി എഫക്ട്, BJPയുടെ ഭരണ മികവ്, BJPയോടുള്ള താല്പര്യം, CPMനോടുള്ള വിരോധം. അങ്ങനെ CPMനാണ് കാലങ്ങളായിട്ട് അവർ വോട്ട് ചെയ്തിരുന്നത്. ആ CPM ഈ വർഗീയ പ്രീണനം, ബാക്കിയുള്ള ഹമാസ് റാലി, ഇതൊക്കെ തേങ്ങയും മാങ്ങയൊക്കെ നടത്തിയപ്പോഴാണ് ഇവർക്ക് തിരിച്ചു വോട്ട് ചെയ്യാൻ തോന്നിയത്. അതേസമയം തന്നെ അപ്പുറത്ത് നമ്മൾ കാണേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുന്നണി മര്യാദ കാണിക്കുന്ന ഒരു പാർട്ടി ഏതാ? BJP മുന്നണി മര്യാദ കാണിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഈ 4 സീറ്റ് ഇപ്പോഴും ഇവർക്ക് കൊടുക്കണ്ടല്ലോ. ഈ BDJSന് 1 സീറ്റ് പോലും കൊടുക്കാൻ പാടില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ മോന് തുഷാറിന് വേണമെങ്കിൽ നീ അവിടെ നിന്ന് പറഞ്ഞിട്ട് 20 1 സീറ്റ് കൊടുക്കാം. വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് 4 സീറ്റ് കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല BDJSനെ കൊണ്ട് ഒരു കുന്തമില്ല. ഈ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി 2019 എന്റെ മണ്ഡലമായിട്ടുള്ള വയനാട് വന്ന് മത്സരിച്ചപ്പോൾ 2014 കിട്ടിയതിനേക്കാളും 5 വർഷം കഴിയുമ്പോൾ വോട്ട് കുറയത് 2000 വോട്ട് കുറഞ്ഞു. 80,000 വോട്ട് രശ്മിലിന് കിട്ടിയത്, രശ്മിലിന്റെ സുഹൃത്താണ്, രശ്മിലിന് കിട്ടിയത് തുഷാർ വെള്ളാപ്പള്ളി വന്ന് നിന്നപ്പോൾ 78,000 കുറഞ്ഞു. ഇത്തവണ ഇപ്പോൾ കോട്ടയത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട് കൂടുതൽ. അത് കിട്ടിയതൊന്നും BDJSന് കിട്ടിയ വോട്ടല്ല, വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ വോട്ടല്ല. വെള്ളാപ്പള്ളി നടേശൻ അവിടെ നവോത്ഥാന മതിലിന്റെ കോൺട്രാക്ടറായിട്ട്, പിണറായി വിജയന്റെ അടുത്താളായിട്ട്, പിണറായി വിജയന്റെ വക്കീലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. എന്ത് ക്വാളിറ്റി ഉണ്ട്? അതേസമയം ഇപ്പുറത്ത് ആലോചിച്ചു, ഈ മുന്നണി മര്യാദയുടെ കാര്യത്തിൽ BJP ഓക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. കോൺഗ്രസ് നന്നായിട്ട് ഓക്കെയാണ്. മുന്നണി മര്യാദയുടെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പാർട്ടി CPM ആണെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ഈ മുന്നണി മര്യാദ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് നോക്കിയിട്ടല്ല. ഇപ്പൊ പക്ഷേ ഇവർ പഠിച്ചു. പണ്ട് 2009 കോഴിക്കോട് MP വീരേന്ദ്രകുമാറിന്റെ സീറ്റ് തട്ടിയെടുക്കുന്നു. അതിനു മുമ്പ് 99 RSPയുടെ സീറ്റ് കൊല്ലത്ത് തട്ടിയെടുക്കുന്നു. എല്ലാ സീറ്റും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൊന്നാനി സീറ്റ് CPIയുടെ അടുത്ത് 2009 തന്നെ പിടിച്ചെടുക്കുന്നു. വെളിയഭാഗം കച്ചറുണ്ടാക്കിയപ്പോഴാണ് വയനാട് സീറ്റ് പകരം കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ സീറ്റും വിഴുങ്ങുന്ന രീതിയിൽ വലിയേട്ടൻ സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയേട്ടനൊന്നല്ല. ഇപ്പം വീട്ടിലെ കാര്യസ്ഥന്റെ റോളിലേക്ക് ഒതുങ്ങിപ്പോയി. അതുകൊണ്ടാണല്ലോ ജോസ് കെ മാണിക്ക്, ഇവർക്ക് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കേണ്ടി വന്ന ഗതികേട്ടിലേക്ക് CPM എത്തി. എനിക്ക് ജോസ് കെ മാണി താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരൊരു ഗതികേട് ആലോചിക്കണം. നിങ്ങൾക്ക് സീറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ പണി നോക്കി പോകും. CPIക്ക് സീറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI ഈ പരിപാടി നിർത്തും. 4 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കും. എന്നിട്ട് അവർ ഒന്നുകിൽ സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ടിരിക്കാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ UDF ആയിട്ട് അലയൻസിനെ കുറിച്ച് ആലോചിക്കും. ഈ തിരിച്ചറിവ് CPMന് നന്നായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാ. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ അനർഹമായി പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മുസ്ലിം ലീഗ് അതിൽ വലിയ മര്യാദ കാണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് 1987 അവരുടെ സീറ്റായിട്ടുള്ള അഴീക്കോട്, അവർക്ക് അർഹതപ്പെട്ട സീറ്റാണ്. ആ അഴീക്കോട് സീറ്റ് MP രാഘവന്റെ CMP എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി വന്നപ്പോൾ MP രാഘവന് മത്സരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു മുസ്ലിം ലീഗ്. ഒരു മുസ്ലിമിനല്ല അവർ നടത്തിയത്, MP രാഘവനെയാണ് നടത്തുന്നത്. 1995 കരുണാകരൻ മാറി AK ആന്റണി മുഖ്യമന്ത്രിയാവുമ്പം PM അബൂബക്കർ സാഹിബ് രാജിവെച്ച, PM അബൂബക്കർ അല്ല, UA ബിരാൻ രാജിവെച്ച തിരുരങ്ങാടി സീറ്റില് അവര് മലപ്പുറത്താ. അവിടെ 90 ഈ തിരുരങ്ങാടി മണ്ഡലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മഷിട്ട് നോക്കിയാൽ ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും കാണാനില്ലാത്തൊരു സ്ഥലമാണ്. ഈ 90% മുസ്ലിം വോട്ടുള്ള സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഇവർ നിർത്തിയത് AK ആന്റണി നിർത്തി. AK ആന്റണിക്കെതിരെ എന്നാൽ ജാതി നോക്കിയിട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്ന എഴുതിയിട്ട് CPMന് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ജാതി മതമൊക്കെ ഏറ്റവും കൂടുതൽ കളിക്കും. അങ്ങനെ വോട്ട് ചെയ്യുന്ന എഴുതിയിട്ട് ഇവരുടെ NA കരീമിനെ CPI കൊണ്ട് നിർത്തിച്ചു. AK ആന്റണി ജയിച്ചു. ഇവർ ഈ പണി അല്ലാതെ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് ഒരു തവണ നിർത്തിയത്, സ്വതന്ത്രനായിട്ട് നിർത്തിയത് മാണി വിധേയത്തിൽ. അപ്പൊ എന്താ പറയുക, ഈ വിധേയത്തിൽ ബിഷപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ അയാളുടെ
കെയർ ഓഫ് ലിസ്റ്റ് സഭാവിശ്വാസികൾ ഒന്നായിട്ട് വോട്ട് ചെയ്യുന്ന എഴുതിയിട്ട് മാണി വിധേയത്തിനെ പിടിച്ച് ആർക്കും അറിയാത്തൊരു ചങ്ങായിനെ വിളിച്ചു നിർത്തിയിട്ടുള്ളത്. ഓരോ സ്ഥലത്തും ഈ മതവും ജാതിയും CPM വല്ലാതെ കളിക്കാറുണ്ട്. എന്നാൽ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഒന്ന് അഴീക്കോട് മണ്ഡലം 87 MP രാഘവന് വേണ്ടി വിട്ടുകൊടുക്കുന്നു. 95 തിരുരങ്ങാടി മണ്ഡലത്തിൽ സ്വന്തം മുസ്ലിം ലീഗിന്റെ സീറ്റിൽ AK ആന്റണിയെ നിർത്തി മത്സരിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇവര് 2006 തെരഞ്ഞെടുപ്പിൽ 2004 വടക്കാഞ്ചേരി ബൈ ഇലക്ഷനിൽ K മുരളീധരൻ പരാജയപ്പെടുന്നു. അതിനുശേഷം കരുണാകരനും K മുരളീധരനും ഒക്കെ കോൺഗ്രസുമായിട്ട് വലിയ പ്രശ്നത്തിൽ നിൽക്കുന്നു. ഒരു ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിൽ ആ പാർട്ടിയാണ് ഈ ഒത്തുതീർപ്പിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ടത്. പക്ഷേ മുസ്ലിം ലീഗ് ത്യാഗം സഹിച്ചു. അന്ന് വരെ അവരെ കയ്യിലുണ്ടായിരുന്ന അവരെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള കൊടുവള്ളി സീറ്റ് അവർ K മുരളീധരൻ മത്സരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു. കൊടുവള്ളി ഞാൻ പറഞ്ഞല്ലോ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. പക്ഷെ അന്ന് K മുരളീധരൻ പരാജയപ്പെട്ടിട്ടാണ് ഇപ്പൊ നമ്മളെ കുന്ദമംഗലം MLA ആയിട്ടുള്ള PT റഹീം അന്ന് അവിടെ നിന്ന് ആ മണ്ഡലം ഇടതുപക്ഷത്തിന് വേണ്ടി തിരിച്ചു പിടിക്കുന്നത് സ്വതന്ത്രനായിട്ട് ലീഗ് വിമതനായിട്ട് മത്സരിച്ചിട്ട്. പക്ഷെ മുസ്ലിം ലീഗ് ഇതിലെല്ലാം കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. BDJS എന്ത് നിലപാടെടുത്തിട്ടുള്ളത് NDA മുന്നണിക്ക് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത്, എന്താ ഒരു കോൺട്രിബ്യൂഷൻ? അതേസമയം UDFന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDFന്റെ ബാക്ക് ബോണാ. മുസ്ലിം ലീഗ് ഇല്ലാന്നുണ്ടെങ്കിൽ UDF എന്ന് പറഞ്ഞ സംവിധാനം കേരളത്തിലില്ല. അത് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ മുസ്ലിം ലീഗുകാര് മറ്റേ ആ മാധവക്കുട്ടിയെ മതം മാറ്റിയ നാറിയെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ബഷീറിനെ ഇഷ്ടമല്ല. കാരണം ബഷീർ എന്തൊക്കെ പറഞ്ഞാലും 3 ലക്ഷത്തിന് മേളിൽ വോട്ടിൽ ജയിച്ചു എന്ന് പറഞ്ഞാലും ബഷീറായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വരെ ഒരു ഗോഡ് ഫാദറും പാരന്റുമായിട്ട് നിന്നിരുന്നത്. കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നെ അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം. ബിന്ദുവിനെ മുസ്ലിമായ റെജീനേനെയും ഹിന്ദുവായ ബിന്ദുവിനെയും ക്രിസ്ത്യാനിയായ റോസലിനെയും ഒക്കെ ഇടത്തും വലത്തും ഒക്കെ ഒരുമിച്ച് കൊണ്ടുനടക്കാനുള്ള ചെയ്തപ്പോൾ മൂപ്പര് ഭയങ്കര സെക്യുലറാണ് നന്നായി തെളിയിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ. നല്ല കലാകാരനുമാണ്. അപ്പം ഈ ബാക്കി മുസ്ലിം ലീഗിനകത്തുള്ള ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ മുസ്ലിം തീവ്രവാദത്തെ കുറിച്ച് ഏറ്റവും എതിർത്ത് സംസാരിക്കുന്ന ആരാ? KM ഷാജി, MK മുനീർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരല്ലേ. KNA ഖാദർ, ഷാഫി ചാലിയം. എല്ലാ വിഷയത്തിനകത്തും അവരൊക്കെ ഏറ്റവും സ്ട്രോങ് ആയിട്ടല്ലേ പ്രതികരിക്കുന്നത് വിഷയങ്ങൾക്കകത്ത്. അവരെടുക്കുന്നൊരു ഭയങ്കര സെക്യുലർ ആയിട്ടുള്ള നിലപാടുണ്ട്. കേരളത്തിന്റെ ഈ സെക്യുലർ രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഓർക്ക് പൊതു രാഷ്ട്രീയത്തിനോടല്ല താല്പര്യം. ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നിൽക്കും. സ്വത്ത് രാഷ്ട്രീയത്തോട് താല്പര്യം. ഇവർക്ക് സമുദായ ചായ്വുള്ള സ്ഥലത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം പൊതുവിലുണ്ട്. അതിൽ അതിൽ നിന്ന് വിട്ടിട്ട് കൂടുതൽ മുസ്ലിങ്ങൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് CPMന്റെ കൂടെ തന്നെയാണ്. ഇപ്പൊ കുറച്ചൊക്കെ BJPയുടെ കൂടെ ചേരാൻ തുടങ്ങിയിട്ടുണ്ട്. CPIയുടെ കൂടെ ഇന്ന് അത്രയില്ല. CPIയുടെ കൂടെ വളരെ അപൂർവമായിട്ട് K ഇസ്മായിലിനെ പോലെയുള്ള സഖാക്കളും പണ്ടേ കാലത്തുണ്ടായിരുന്നു. ഇപ്പം PP സുനിലൊക്കെ വന്ന് നമുക്കറിയാലോ അധികാരമോഹം ബാക്കിയുള്ള സൗകര്യങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഹൗസിംഗ് ബോർഡിലെ കുറെ ഡീറ്റെയിൽസ് എനിക്ക് പറയാനുണ്ട്. ഞാനത് ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. പക്ഷേ അല്ലാതെ കോൺഗ്രസിനുണ്ടായിരുന്ന ആരോ തലേക്കുന്നൊരു ബഷീർ, ഒരാര്യാടം മുഹമ്മദ്, MM ഹസൻ ഒന്നിനും കൊള്ളാത്തൊരു സാധനം. ദേശാടനക്കിളിയായിരുന്നു. കാണുന്ന മണ്ഡലത്തിലൊക്കെ പോയിട്ട് മത്സരിക്കാൻ നോക്കുക. ഇതന്നെയായിരുന്നു പരിപാടി. ഒരു വട്ടം മന്ത്രിയായി. ആന്റണിന്റെ ഇങ്ങനെ കാര്യം പിടിച്ച് നടക്കേണ്ട ഒരു സാധനം. ആന്റണി ഇല്ലാന്നുണ്ടെങ്കിൽ മൂപ്പരില്ല. 5 വയസ്സിക്കും കൊള്ളാത്തൊരു സാധനമാണ്. പിന്നെ ആരാളുള്ളത്? ഇന്നത്തെ കാലത്ത് ഷാഫി പറമ്പിൽ വന്നിട്ടുണ്ട്, സിദ്ദിഖ് വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ. ആലുവത്തെ അൻവർ സാദത്ത് VD സതീഷിന്റെ അടുപ്പക്കാരനാണ്. അതൊക്കെ വന്ന രീതികൾ വേറെയാണ്. അതേസമയം അൻവർ സാദത്തിന് മുമ്പ് അവിടെ നിന്ന് MLA ആയിരുന്ന 5 വട്ടം MLA ആയിരുന്ന K മുഹമ്മദ് അലി വളരെ മാന്യനായ രാഷ്ട്രീയക്കാരായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് മന്ത്രിയാവാതെ പോയി. അപ്പൊ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന പോലെ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ ആകർഷിച്ചാവും. കേരളത്തില് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് SDPI ഒക്കെ ഉണ്ടാവുമ്പോഴും ഈ SDPIക്ക് എന്തേ മലപ്പുറത്തോ കോഴിക്കോടോ ഒന്നും പേര് പിടിപ്പിക്കാൻ പറ്റാത്തത്? തൊടാൻ പറ്റില്ലല്ലോ അവർക്ക്. അവിടെ SDPI എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ഉണ്ടാക്കാനൊന്നും പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആരെയും കിട്ടാനില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത് തൃശ്ശൂർ ഊട്ടിങ്ങട്ടാണ്. തൃശ്ശൂർ, എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കിയിലും വലിയ സ്ഥലങ്ങളൊന്നുമില്ല. ഇടുക്കിയിൽ അങ്ങനത്തെ ഒരു മുസ്ലിം പ്രദേശങ്ങളില്ല. ഇവരവിടെ പോയിട്ടാണ് കളിക്കുന്നത്. ഏറ്റവും വലിയ പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളായിട്ട് അറിയപ്പെട്ടിട്ടുള്ളത് സ്ഥലങ്ങളേതാ കേരളത്തിൽ? ഒന്ന് ആലുവയാണ്. ഈ സാധനം പിറവിയെടുക്കുന്നത് മഞ്ചേരിയില്ല, ഹെഡ്ക്വാർട്ടേഴ്സ് മഞ്ചേരിയില്ല. പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ ആളുള്ളത് ഒന്ന് ആലുവയാണ്, എറണാകുളം ജില്ലയിലാണ്. പിന്നുള്ളത് ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും ഇവിടെയൊക്കെയാണ്.
അത് പിന്നെ പി സി ജോർജ് തന്നെ കുറെ ഉണ്ടാക്കി കൊടുത്തതാണ്. അതുകൊണ്ട് തിരിച്ചും കിട്ടിയല്ലോ ഇപ്പം പി സി ജോർജിനെ. അപ്പൊ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു പാർട്ടി ചെയ്തിട്ടുള്ള വിട്ടുവീഴ്ച കേരള രാഷ്ട്രീയത്തിൽ മുന്നണി സംവിധാനത്തിനകത്ത് വേറെ ഏത് പാർട്ടി ചെയ്തിട്ടുണ്ടെന്നുള്ള വലിയ ചോദ്യമാണ്. അതേപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഇല്ലാന്നുണ്ടെങ്കിൽ യു ഡി എഫ് ഇല്ല, കോൺഗ്രസ് കഴിഞ്ഞു. അതേസമയം ബി ഡി ജി എസ് ഇല്ലെങ്കിലും ഇവര് നിൽക്കും. ബി ഡി ജി എസിന് ഒരു മണ്ണാങ്കട്ട ഇവിടെ ചെയ്യാൻ പറ്റില്ല. വെള്ളാപ്പള്ളി നടേശൻ തലകുത്തി പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് ഒരു മണ്ഡലത്തിന് 10 ആളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം ഡ്രൈവറോ അല്ലെങ്കിൽ വീട്ടില് പിന്നെ കുക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാർ ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരെന്നെ ആവട്ടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെടുത്ത് വോട്ട് ചെയ്യുമോ? കാരണം ഇയാളെ കയ്യിൽ കൊണ്ടുകൊണ്ടിരിക്കുക. ഒരു ഈഴവന്റെ പോലും വോട്ട് പിടിക്കാൻ കഴിവില്ലാത്ത ഒന്നിനും കൊള്ളാത്ത സാധനമാണ് വെള്ളാപ്പള്ളി നടേശൻ. ബി ജെ പിക്ക് കിട്ടിയത് ഈഴവന്മാർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സി പി എമ്മിനോടുള്ള വിയോജിപ്പ്, ബി ജെ പിയോടുള്ള താല്പര്യം, അതിന്റെ ഭാഗമായിട്ട്, അല്ലാതെ ബി ഡി ജി എസിന്റെ കെയറോഫിലല്ല. അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റും ഈഴവന്മാരുടെ വോട്ട് കൂടുതൽ കിട്ടിയത് ബി ഡി ജി എസ് കൂടെയുള്ളതുകൊണ്ടാണ്. തേങ്ങയാണ്. ബി ഡി ജി എസ് ഇല്ലെങ്കിലും ഇവിടെ പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെയും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശന്റെയും പിന്നെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും പിന്നെ മകന്റെ ഭാര്യയുടെയും പിന്നെ കൊച്ചുമക്കൾക്ക് ആർക്കെങ്കിലും വോട്ടുണ്ടെങ്കിൽ ഈ ഒരു 10 വോട്ടേ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനുള്ളൂ. അല്ലെങ്കിൽ ഒരു 15 വോട്ട്. വീട്ടിലെ പട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ പട്ടി പോലും വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ടാണ് ഈ അവകാശവാദം കൊണ്ടുവരുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ ഫാർ ബെറ്ററാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഞാൻ പറഞ്ഞല്ലോ ഒരു സെക്യുലർ ഫാബ്രിക്കിൽ മുസ്ലിം ലീഗിനകത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല ബഷീറിന് എനിക്ക് താല്പര്യമില്ല. ബഷീർ പക്ക തീവ്രവാദിയാണ്. മറ്റവനെ എനിക്ക് താല്പര്യമില്ല. ഏത് മാധവക്കുട്ടിയെ മതം മാറ്റിയവനെ എനിക്ക് താല്പര്യമില്ല. കേരളത്തിലെ ആദ്യത്തെ ലവ് ജിഹാദാണ്. അതൊക്കെയുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് പറയാം. മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയെ ആത്മാവിൽ തൊട്ടറിഞ്ഞ ഒരാളാണ്. എന്റെ ഒരുപാട് സൗഹൃദങ്ങൾ തല്ലുകൂടി വളർന്നവർ, അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത് പിന്നെ സംഘടനാ രംഗത്ത് നിന്നിട്ടുള്ള ഒരാളെയാണ്. പക്ഷെ എന്നാൽ തന്നെ അവർ നന്മയുള്ള ഒരുപാട് മനുഷ്യർ, വളരെ സെക്യുലറായിട്ട് ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് പേരുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി മുന്നണി സംവിധാനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വിട്ടുവീഴ്ചകളിൽ ഒന്നാണ് 87 എം പി രാഘവൻ അഴീക്കോട് സീറ്റ് കൊടുക്കുന്നത്, 95 എ കെ ആന്റണിക്ക് തിരുരങ്ങാടി സീറ്റ് കൊടുക്കുന്നത്, 2006 കെ മുരളീധരന് കൊടുവള്ളി സീറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് രാഷ്ട്രീയമായിട്ട് പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ അക്കാദമിക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പൊളിറ്റിക്സിനെ ശ്രദ്ധിക്കുമ്പം അവിടെ ഈ കക്ഷി രാഷ്ട്രീയ പരിഗണനയ്ക്കപ്പുറത്ത് ഏതെങ്കിലും പാർട്ടിയുടെ നാവായിട്ട് നിൽക്കുന്നതിന് പകരം ഒന്ന് വിശാലമായ താല്പര്യത്തോടുകൂടി കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നു മുസ്ലിം ലീഗിന് ഇപ്പോഴും സ്വന്തമായിട്ട് പലതും നിൽക്കാൻ പറ്റും. പിന്നെ ജയിച്ചു വന്ന ഈ 2 എം പിമാരോട് എനിക്ക് താല്പര്യമില്ല, അത് വേറെ കാര്യം. ഒരു 2 ആളെയും മത്സരിപ്പിക്കാനും പാടില്ലെന്ന് ജയിപ്പിക്കാനും പാടില്ലെന്ന്. മരണം വരെ കുഞ്ഞാലിക്കുട്ടിക്കും മുഹമ്മദ് ബഷീറിനും ഇവര് സീറ്റ് കൊടുത്തു കൊടുക്കും. ബാക്കിയുള്ളവർക്കൊക്കെ മാറ്റമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിനകത്ത് അഴിച്ചുപണി നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ ഈ സാദിഖലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തൊരുത്തനാണ്. ഒന്നിനും കൊള്ളാത്തൊരുത്തൻ. തങ്ങൾ കുടുംബത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു സാധനം ഇതുവരെ മുസ്ലിം ലീഗിന്റെ താല്പര്യം തോന്നിട്ടില്ല. ഒരു നട്ടലും ഇല്ലാത്തൊരു പിന്നെ ഒരു വിവരം കെട്ട ഒരു ചങ്ങായിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാദിഖലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് ആ ചങ്ങായിന്റെ പരത്തിൽ അങ്ങനെ പോകണമെന്നുള്ളൂ. ആ ചങ്ങായിനെ പിന്നെ ഇവര് ബ്ലാക്ക്മെയിൽ ചെയ്ത് പിടിച്ച് നിർത്തിയിരിക്കുക. ആ മുനവർലി തങ്ങളോ അല്ലെങ്കിൽ പിന്നെ മറ്റേ ശിഹാബലി തങ്ങളല്ല, അതിന് ശേഷം വന്ന ഹൈദരലി തങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു. മൂപ്പരുണ്ടായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് വേറെ റേഞ്ചിൽ പോകുമായിരുന്നു. ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടീന്റെ മത്സരം വേണ്ടാന്ന് നോക്കും, ബഷീറിന്റെ മത്സരം വേണ്ടാന്ന് നോക്കും. അതൊക്കെ തീരുമാനിക്കാനുള്ള ഗഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അസുഖമൊക്കെ വന്ന് വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മക്കളും വളരെ സ്ട്രോങ് ആയിട്ട് പിന്നെ മുഹമ്മദ് മൊയ്ൻ തങ്ങളോ എന്താണ് മൂപ്പര് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ സംസാരിച്ചിട്ടില്ലേ ചന്ദ്രികയായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ എന്തായിരുന്നാലും ലീഗിന് കുറെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ലീഗ് കേരള രാഷ്ട്രീയത്തിലെ വലിയ നിർണായക ഘടകമാണ്. ലീഗ് ഇല്ലെങ്കിൽ കേരളത്തിലെ ഈ സെക്യുലർ ഫാബ്രിക് ആയിട്ടുള്ള പിന്നെ ഈ ഒരു മെക്കാനിസം ഇല്ലാതെ പോവുമായിരുന്നു എന്നുള്ളൊരു സംശയമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷത്തിനും താല്പര്യമുള്ളൂ. ഒരു ദേശീയധാരയുടെ ഭാഗമായിട്ട് നിൽക്കാൻ അവർക്ക് വളരെ വിമുഖതയുണ്ട്. അതുകൊണ്ടാണല്ലോ ഹൈദരാബാദിൽ ഒവൈസി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ ഏതെങ്കിലും സംഘടന ഇങ്ങനെ വരുന്നത്. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിൽക്കാൻ തീരുമാനിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ എത്ര മുസ്ലിം എം പിമാരുണ്ടാവും? ഇന്ന് ഇന്ത്യയിൽ എത്ര മുസ്ലിം മന്ത്രിമാരുണ്ടാവും? അതൊന്നും ഇല്ലാതെയാക്കിയതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നമാണ്. ഈ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ പുറകെ പോകുന്നതിന്റെ കുഴപ്പമാണ്. അതിനൊക്കെ അത്തരം ക്യാമ്പയിനുകൾ നടത്തിയത് പോപ്പുലർ ഫ്രണ്ട് വരുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ഇതൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ മര്യാദയ്ക്ക് ജയിപ്പിക്കാൻ പറ്റുമോ? ഏതൊക്കെ 1-2 പഞ്ചായത്തിലൊക്കെ ഉണ്ട്.
ഏത് കേരളത്തിൽ 1000-ഓളം പഞ്ചായത്തുണ്ട്. ഏകദേശം അപ്പൊ 20,000-ലേറെ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, കോർപ്പറേഷൻ പിന്നെ കൗൺസിലർമാരുണ്ട്, മുനിസിപ്പാലിറ്റി കൗൺസിലർമാരുണ്ട്. അതിനിപ്പുറത്ത് ആകെ 1-2 ജയിപ്പിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇവരാണ് ഐഡന്റിറ്റി പൊളിറ്റിക്സും പറഞ്ഞിട്ട് വരിക. എന്തായിരുന്നാലും ഈ ജമാഅത്തെ ഇസ്ലാമി ആയിട്ടൊന്നും ഒരു വ്യത്യാസമില്ല. വെള്ളാപ്പള്ളി നടേശന് വെറുതെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നടക്കുകയാണ്. കാരണം അപ്പുറത്തും ഇപ്പുറത്താണ്, അപ്പനും മോനും കൂടി അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ കാലിട്ടിക്കുക. പണ്ട് ഇവർക്ക് പിന്നെ പണ്ട് തൊട്ടേ ഉണ്ട് ഈ പരിപാടി. ഒരു വശത്ത് മോൻ BJPന്റെ ഒപ്പം, മറുവശത്ത് അപ്പൻ പിന്നെ നവോത്ഥാന മന്ദിരം ഉണ്ടാക്കാൻ പിണറായി വിജയനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വീണാലും 4 കാലം കുത്തി വീഴണം. അപ്പുറത്തായാലും ഇപ്പുറത്തായാലും നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടണം. ഇത്രയേ ഉള്ളൂ. എവിടെയാണ് നമുക്ക് ഗുണം കിട്ടുന്നത്? അതുകൊണ്ടാണല്ലോ കേന്ദ്രമന്ത്രി ആവുന്നു, രാജ്യസഭാ മെമ്പർ ആവുന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാലം ഒരു ഉണ്ടാക്കാത്തത്. കാരണം ഇവർക്ക് BJPക്കാർക്ക് കുറച്ച് കേന്ദ്രത്തിലുള്ള BJPക്കാർക്ക് ബുദ്ധിയുണ്ട് തോന്നുന്നു. ഇവിടുത്തെ BJPക്കാർക്ക് ബുദ്ധിയില്ല. ഓക്കെ, അടുത്ത വിഷയമായിട്ട് പിന്നെ വരാം.